ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ പഠിക്കാം. എന്നുവെച്ചാൽ നന്നായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കാം, അത് ഞാൻ നിങ്ങളോട് പറയുന്നത്. പഠിക്കുന്നത് എങ്ങനെ തലയിൽ കയറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഓപ്പണായെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പാക്കാൻ പാടില്ല. കാരണം ഈ വീഡിയോ കാണുന്നവർ ഏറ്റവും നല്ല ഭാഗ്യന്മാരെ. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ എല്ലാവരും ബ്രീത്ത് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണേ. നമ്മുടെ മനസ്സ് ശാന്തമാക്കുക. എന്നിട്ട് പതുക്കെ ഒരു ശ്വാസം പതുക്കെ മൂക്കിട്ട് വലിച്ചിടുക. ആ സമയം ആ ശ്വാസത്തിനോട് മാത്രം ഒരു ശ്രദ്ധ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മുഖത്തൊരു പുഞ്ചിരി ഉദിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മുടെ മനസ്സാകെ പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നതാണ്. ശ്വാസം ഇങ്ങനെ ഒരു 2 മിനിറ്റ് പിടിച്ച് നിൽക്കുക. എന്നുവെച്ചാൽ ശ്വാസം പിടിച്ചേക്കാന്ന് വെച്ചാൽ ചിലരൊക്കെ ഉണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച് നിൽക്കൊന്നും വേണ്ട. ഭയങ്കര സിമ്പിൾ. നോക്കിയേ, ഈ ശ്വാസം നമ്മുടെ ഉള്ളിൽ കയറുമ്പോണ്ടല്ലോ, ഒരു വീഡിയോ കാണില്ലേ, അത് പോസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രവർത്തനം നിൽക്കുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാച്ചു ഈ സ്റ്റാച്ചു നിൽക്കും. അതുപോലെ തന്നെ ഈ ശ്വാസം ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ശ്വാസം ഇങ്ങനെ പിടിച്ചു നിൽക്കും. ഞാൻ ശ്വാസം മൊത്തം വിട്ട് കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ശ്വാസം പിടിച്ചു നിൽക്കണം. അങ്ങനെ എത്ര മിനിറ്റ് അങ്ങനെ പിടിച്ചു നിൽക്കാം, എത്ര പറ്റുന്നോ അത്ര പിടിച്ചു നിന്നു. എന്നിട്ട് ആ ശ്വാസം നോക്കി ശാന്തമാക്കും. പിന്നെ മനസ്സിലുണ്ട് പതുക്കെ ശ്വാസം വിടുക. ഉള്ളിലെ ശ്വാസം പതുക്കെ നമ്മൾ വിടുക. അങ്ങനെ ശ്വാസം വിട്ട് കഴിയുമ്പോൾ നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്കില്ലാണ്ടാവും. നമ്മുടെ ഉള്ളിൽ കുറേ അനാവശ്യമായ കുറച്ച് ആകുലതകളുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് തലയിൽ കയറത്തെ. അതൊക്കെ മാറ്റി ഇങ്ങനെ ശാന്തമായിട്ട് നിങ്ങൾ അതിൽ തന്നെ ബ്രീത്തിങ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്ന പഠിപ്പിലെ 1ാമത്തെ വഴി. അത് കഴിഞ്ഞ് 2ാമത്തെ വഴി, മൊബൈൽ ഉണ്ടല്ലോ, ഫോൺ ഇവിടെ ഒന്നും ഇല്ലല്ലേ. ഒരു എക്സാമ്പിളിന് ഫോണാണ് ചിന്തിക്കുക. ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നേരെ കൊണ്ടുവന്നത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കുക. അവരെ കൈ ഭദ്രമായതുപോലും അവരിത് തല്ലി പൊളിക്കാനൊന്നും പോണില്ല. അതിന് 100% ഉറപ്പ് വരുന്നത്. പിന്നെ ഈ ഫോൺ ആടിക്കട്ടെ, പിന്നെ ആ ഫോണിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് ഒരു ബുക്ക്, ഒരു റഫ് ബുക്ക് എടുത്തിട്ട് കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ബലം ഉണ്ടാകത്തുള്ളൂ. അത് സത്യമായ കാര്യമാണ്. എന്നുവെച്ചാൽ കഷ്ടപ്പെടുക വെച്ചാൽ പഠിക്കുമ്പോണ്ടല്ല. ഞാൻ പണ്ട് ചെയ്തൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് ബുക്ക് ഞാൻ എടുത്തു നോക്കിട്ടാ. ഒരു എക്കണോമിക്സ് ബുക്ക് എടുത്തു. അതിൽ ഹരിതവിപ്ലവം എഴുതുമ്പോൾ എന്താണ് ഹരിതവിപ്ലവത്തെക്കുറിച്ച്, ഹരിതവിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളിങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. നമ്മൾ കാണുന്ന ആ കാര്യം ജസ്റ്റ് വായിക്കുക. ഒരു ബുക്ക് നിങ്ങൾ നോക്കുന്നു, ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ. അത് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എഴുതണം രി ത വി പ്ല വ
ത്തിൻ്റെ പ്രത്യേകതകൾ. അതായിട്ട് എന്തൊക്കെയാണ് ഹരിത വിപ്ലവമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. അതെങ്ങനെ നോക്കിയിട്ട് വായിക്കുകയാണ്. അതെ, നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സ് ഭയങ്കര കാമായിട്ടിരിക്കണം. ഒന്നും ചിന്തിക്കുക, അവിടെ മനസ്സാക്കാതെ ഭയങ്കര താഴ്ന്നാല് പഠിക്കുന്നതെല്ലാം മനസ്സിലുള്ളൂ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്ന് വായിക്കുക. അതേപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. ഇങ്ങനെ നമ്മൾ തുടരെ ഓരോ കാര്യങ്ങൾ എഴുതി പഠിക്കുമ്പോൾ അതിനെയാണ് കഷ്ടപ്പാടെന്ന് പറയുക. അല്ലാതെ വെറുതെ തല വെച്ച് ഇത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എക്സാമാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കും 3 ദിവസം കഴിഞ്ഞിപ്പോൾ എക്സാമാണ്, എനിക്ക് പഠിക്കണം. ആ സമയം തന്നെ വീട്ടിൽ കയറി ബാഗ് ഊരുന്നുണ്ട്, ബുക്കിലുള്ള പുസ്തകം എടുത്തിട്ട് ഇതാണ് കുത്തിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. തലയിൽ ഒന്നും കയറുമ്പോൾ തലയിൽ കുറച്ച് സ്ട്രെസ് എടുക്കുമ്പോൾ മാത്രമേ ഒന്ന് എച്ചുണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാതെ മനസ്സെ കാമാക്കി പഠിക്കുക. മനസ്സെ കാമാക്കി പഠിച്ചിങ്ങനെ ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുക. എന്നുവെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫ് പഠിക്കുന്നത് അതിത് ഇന്നതാണെന്ന് വ്യക്തമായിട്ട് വായിച്ച് നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കുക, ബോധ്യപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുമ്പോൾ നമ്മൾ ഈ വായ കൊണ്ട് പറയുന്നതിനൊപ്പം ചെവി കൊണ്ട് ശ്രദ്ധിക്കുക. ഈ ചെവി കൊണ്ട് ശ്രദ്ധിക്കുന്നതിനൊപ്പം ഈ കൈ കൊണ്ട് പ്രവർത്തിക്കുക. ഈ 3 പ്രവർത്തനം നമ്മൾ ഇതുപോലെ തന്നെ നമ്മളങ്ങോട്ട് റിപ്പീറ്റാക്കി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും. ഭയങ്കര എളുപ്പത്തിൽ വേഗം പഠിക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു. കാരണം ഞാൻ ഈ സഭ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തകളൊക്കെ തനിയെ തന്നെ പൊക്കോളും. പിന്നെ ബ്രീത്തിങ് അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും മനസ്സ് ശാന്തമായിരിക്കണമല്ലോ, എന്നാലല്ലേ പഠിക്കുന്ന കാര്യങ്ങൾ തലയിക്കൂ. എന്ത് പഠിക്കണമായാലും ഇതുപോലത്തെ നമ്മൾ ചെയ്യാം പഠിക്കുവാനായിട്ട്. ഇപ്പോൾ എത്ര ബ്രീത്തിങ്, മൊബൈലുകൾ, ഈ 3 വഴികളാണ് പഠിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും എളുപ്പമായ വഴികൾ. നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് പഠിക്കാനുള്ള മനസ്സോടെ നിങ്ങൾ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് പഠിക്കുവാനുള്ള മനസ്സോടെ ചെയ്യുക. എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ച് നല്ല മാർക്ക് നേടണം എന്നുള്ള ലക്ഷ്യമുണ്ടാക്കുക. ഇന്ന് വരുന്ന ഓണ എക്സാമിന് വരുന്നത് ഈ 3 ദിവസം കൊണ്ട് എനിക്ക് ഫിസിക്സ് എക്സാം ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് എക്സാമാണ്. ഇപ്പോൾ ഞാൻ ശ്രമിക്കും, ആ എക്സാം ഞാൻ നല്ല തീയായിട്ട് എഴുതും എന്നുള്ള ഉറപ്പോടെ ഞാൻ പറയുന്ന ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ചെയ്യൂല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിത്തത്തിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടാനുള്ള എളുപ്പ വഴിയാണിത്. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഉദിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ഇഷ്ടമുള്ള പോലെ ഇടൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. പിന്നെ എന്നെ ഈ ഓണ വെക്കേഷൻ ആയിരുന്നു ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. പിന്നെ പഠിത്തത്തിൻ്റെ സമയം കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അൺസബ് ചെയ്യാതിരിക്കരുത്. ഞാൻ വീഡിയോ ഇടും വെക്കേഷൻ ആകുമ്പോൾ. അപ്പോൾ ഇതൊന്നും പറയാൻ വന്നതാണ്. ടാറ്റാ.